കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങളുമായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ദില്ലിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണും. വിമാന നിരക്കിനത്തിൽ ഇരട്ടിത്തുക ഈടാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകർക്കെതിരെ കടുത്ത അനീതിയാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന വിമാന നിരക്ക്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും വകുപ്പ് മന്ത്രിയും എംപിമാരും ഉൾപ്പെടെ ഇടപെട്ടെങ്കിലും ഇതുവരെ പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല. വിഷയത്തിൽ മുസ്ലിം ലീഗും മറ്റ് മുസ്ലിം സംഘടനകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ നീക്കം. ചെയർമാൻ സി മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിക്ക് തിരിച്ചത്. ഇന്ന് ഡൽഹിയിലെത്തുന്ന സംഘം കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തും. കൊച്ചിയും കണ്ണൂരും വഴി പോകുന്നവർ 86,000 രൂപ നൽകുമ്പോൾ കരിപ്പൂർ വഴി പോകുന്നവർ 1,65,000 രൂപ നൽകണമെന്നതിൽ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ ആകെയുള്ള 24,794 ഹജ്ജ് അപേക്ഷകരിൽ 14,464 തീർത്ഥാടകരും യാത്രയ്ക്കായി തെരഞ്ഞെടുത്തത് കരിപ്പൂരാണ്. യാത്രാ നിരക്ക് കുറയ്ക്കാനായില്ലെങ്കിൽ ഇത് തീർത്ഥാടകരെ സാരമായി ബാധിക്കും. ഈ വർഷത്തെ ഹജ്ജ് നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ കേരളത്തിൽ നിന്നും 16,776 പേർക്കാണ് ഹജ്ജിനായി അവസരം ലഭിച്ചത്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.